അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ മെഹന്തി മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ലെൻസാണ് വെക്കുന്നത്. അപ്പോൾ ലെൻസ് വന്നിട്ട് അക്വ കളറിൻ്റെ സ്പൈസി ഗ്രേ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ അക്വ കളറിൻ്റെ ട്രൈ ചെയ്യുന്നത്. കുറേ നാളായി ഇപ്പോൾ ലെൻസ് വെച്ചിട്ട് കേട്ടോ. ഞാൻ കരുതി ഭയങ്കരമായിട്ട് കാണുന്ന വെള്ളമൊക്കെ വരുന്നു, പക്ഷേ ഇത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, വലിയ നീറ്റിൽ കുറവായിരുന്നു. മറ്റേ ഞാൻ ഫ്രഷ് ലുക്കിൻ്റെയാണ് ഇതുവരെ യൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ അപേക്ഷിച്ചിട്ട് ഇത് വലിയ കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കളർ ഉള്ള ഭാഗത്ത് ഭയങ്കര എന്താ പറയുക, ബ്ലറായിട്ടാണ് കാണുന്നത്. നമുക്ക് ചുറ്റും ഇങ്ങനെ സൈഡിലേക്കൊക്കെ നോക്കുമ്പോൾ കളർ കൊടുത്തിരിക്കുന്ന ലെൻസിൻ്റെ ഭാഗങ്ങളിൽ ക്ലിയർ വളരെ കുറവാണ്. പിന്നെ ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് സെൻറ്ററായിട്ട് കാണാം. പിന്നെ കുറച്ച് വെച്ച് കഴിയുമ്പോൾ റെഡി ആവും. അപ്പോൾ നമ്മളിത് ഈ കണ്ണിൽ വെച്ചപ്പോൾ ഒന്ന് മടങ്ങി. അപ്പോൾ നമ്മൾ തിരിച്ച് ഊരി റിമൂവ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ട് വീണ്ടും റീഅപ്ലൈ ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ നിക്കാഹിൻ്റെയും അതുപോലെ തന്നെ ഹൽദിയുടെയും മേക്കോവർ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കാം കേട്ടോ. അതിനപേക്ഷിച്ച് നമ്മുടെ മെഹന്തി മേക്ക് ഓവറും അതുപോലെ തന്നെ വെഡ്ഡിങ് ഡേ മേക്ക് ഓവറും അത്യാവശ്യം കുറച്ച് ഹെവി ആയിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ പുറത്തല്ലേ, മറ്റേതൊക്കെ വീട്ടിൽ വെച്ചിട്ട് തന്നെയായിരുന്നു പ്രോഗ്രാം. അപ്പോൾ കുറച്ച് ലോങ് സ്റ്റേ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെവി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എൻ്റെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്ത് നന്നായി സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യുന്നത് ഐസ് ക്യൂബ് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ അതിൽ കാണിക്കാൻ വിട്ടുപോയി. അതിന് ശേഷം നമ്മൾ ഡാബ് ചെയ്തതിന് ശേഷം ഫേസ് സെറം വെച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് അത് അബ്സോർബ് ആവണ വരെ നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കും. നമ്മൾ മേക്കപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സ്കിന്നിനെ പ്രിപ്പയർ ചെയ്യാമെന്ന് പറയുന്നതാണ്. എന്നാൽ തന്നെയാണ് നമ്മളെ മേക്കപ്പ് ഫ്ലോലെസ് ആയിട്ടും നല്ല അടിപൊളിയായിട്ടിരിക്കും ചെയ്യുള്ളൂ. ലോങ് സ്റ്റേ ആവാനും അതുപോലെ തന്നെ പുറമേ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയണതും അതുകൊണ്ട് മാത്രമാണ്. നമ്മൾ സ്കിന്ന് അടിപൊളിയായിട്ടിരുന്ന് കഴിഞ്ഞാൽ മേക്കപ്പ് അടിപൊളിയായിട്ടിരിക്കും. അപ്പോൾ ഫേഷ്യൽ കാര്യങ്ങളൊക്കെ വേണ്ടവരാണെന്നുണ്ടെങ്കിൽ അതെന്തായാലും ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ഫേസിൽ ഡെഡ് സ്കിൻസൊക്കെ ഉണ്ടാവും. നമ്മൾ ക്ലീനപ്പ് കാര്യങ്ങളൊന്നും ഡെയിലി അങ്ങനെ ചെയ്യാത്തവരായതുകൊണ്ട് നമ്മൾ മന്ത്ലി ഒരു വട്ടമെങ്കിലും നമ്മൾ ക്ലീനപ്പ് ചെയ്യണം. നമ്മുടെ മൂക്കിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ക്ലീനപ്പും ചെയ്യണം. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, എൻ്റെ ഫേസിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഫേഷ്യൽ ഹെയറും കൂടി റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ബ്ലീച്ച് ചെയ്താൽ മതി. അത് ഈവൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലീച്ച് ചെയ്താൽ മതി. അതിനുശേഷം ഞാൻ മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ക്ലിപ്പ് മിസ്സായിപ്പോയി. അത് അബ്സോർബ് ചെയ്തതിന് ശേഷം ഞാൻ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് സ്ട്രോബ് ക്രീം അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഒട്ടുമിക്ക എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ലുക്കാണ് നമുക്ക് ഗ്ലോ ആയിട്ടിരിക്കുക എന്ന് പറയുന്നത്. മിക്ക ബ്രൈഡ്സും പറയുന്നതാണ് ഒരു ഗ്ലോ ഫിനിഷിങ് ഉള്ള രീതിയിൽ നമുക്ക് മേക്കപ്പ് ചെയ്യണമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പൊടിക്കൈയാണ് നമ്മളെ സ്ട്രോബ് ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ ഫേസിൽ ഹൈ എൻഡ് ആയിട്ടുള്ള ഭാഗങ്ങളിൽ സ്ട്രോബ് ക്രീം അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മളെ ഈ ഗ്ലോ സ്കിൻ ലുക്ക് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. കാരണം ഓയിലി സ്കിന്നുകാർക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ഓയിലായിട്ട് പോകും. അപ്പോൾ നമ്മളതൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടാണ് നമ്മൾ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഓരോരുത്തർക്കും. അടുത്തതായിട്ട് ഞാനൊരു ജെൽ ബേസ്ഡ് പ്രൈമറാണ് അപ്ലൈ ചെയ്യുന്നത്. കാരണം എൻ്റെ T-zone ഭാഗങ്ങളിൽ ചെറുതായിട്ട് ഓയിലായിട്ടിരിക്കും. അതായത് എൻ്റെ കോമ്പിനേഷൻ ടൈപ്പ് ഓഫ് സ്കിന്നാണ്. അപ്പോൾ നമ്മൾ പ്രൈമർ അധികം ഒരുപാട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല, ഡാബ് ചെയ്ത് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട്. സ്കിൻ പ്രെപ്പ് കഴിഞ്ഞ് നമ്മൾ കുറച്ചൊരു ടൈം നമ്മൾ ഫേസിന് അത് അബ്സോർബ് ചെയ്യാനുള്ള ടൈം കൊടുക്കണം. അതിന് ശേഷം വേണം നമ്മൾ അടുത്ത ബാക്കിയുള്ള സ്റ്റെപ്പ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ആ ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഐ മേക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ ഫേസിൽ സ്കാർ പിമ്പിൾ മാർക്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് കളർ കറക്ഷൻ ചെയ്യാണ്. അപ്പോൾ ഒട്ടുമിക്ക പേര് ചെയ്യണ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ കളർ കറക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പിമ്പിൾ സ്കാർസിനൊക്കെ കളർ കറക്ഷൻ ഇല്ല, ഒരു ഓറഞ്ച് കറക്ഷൻ അങ്ങോട്ട് ചെയ്യും. അപ്പോൾ അത് ചെയ്യണ ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം നമ്മുടെ മാർക്സിൻ്റെ കളർ അനുസരിച്ചിട്ട് വേണം നമ്മൾ കളർ കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ഒരു അത്ര ഡാർക്കല്ല, എന്നാലും ഒരു മീഡിയം ടോണിലാണ് എൻ്റെ സ്കാറിൻ്റെ മാർക്ക് വരുന്നത്. അപ്പോൾ ഞാനൊരു ഓറഞ്ച് അതുപോലെ തന്നെ എൻ്റെ സ്കിൻ ഷെയ്ഡിന് മാച്ചുള്ള കൺസീലർ കറക്ഷൻ വെച്ചിട്ടും കൂടിയാണ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കളർ കറക്ഷൻ ചെയ്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ചെറിയൊരു മാർക്കുള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ പീച്ച് കളർ കറക്ഷൻ കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ അൺറൈസൊക്കെ അധികം ഒരുപാട് ഡാർക്കായിട്ട് ഇരിക്കുന്നില്ല. അപ്പോൾ ഞാൻ പീച്ച് ഷെയ്ഡിൽ വരുന്നതാണ് ഞാൻ അൺറൈസ് കളർ കറക്ഷൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് കൊടുത്തതിന് ശേഷം നമ്മൾ ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കോമ്പാക്റ്റ് വെച്ച് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഒബ്സർവ് ചെയ്യണം. എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ നോക്കി അതുപോലെ ചെയ്യാമെന്നല്ല, നമ്മുടെ ഫേസിലുള്ള കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഒബ്സർവ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എൻ്റെ അൺറൈസിൽ ഞാനൊരു എൻ്റെ ഷെയ്ഡിനേക്കാൾ ഒരു പൊടി ഡാർക്ക് ഷെയ്ഡാണ് ഞാൻ അൺറൈസിൽ കറക്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും സെറ്റ് ആവണ വരെ ഞാൻ എൻ്റെ ഐ മേക്കപ്പ്
ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ജെൽ ലൈനർ വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടുള്ള ഒരു ലൈനർ വെച്ചിട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ശേഷം നന്നായിട്ട് അത് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഓവറായിട്ട് തോന്നിക്കാണ്ടിരിക്കാനും അവിടെ ഇങ്ങനെ കട്ട കുത്തി നിൽക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഞാൻ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പഴയ മസ്കാരയുടെ ബ്രഷ് വെച്ചിട്ടാണ് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഒരുപാട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ ബാക്കിയുള്ള സ്കിന്നിൽ അത് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസീലർ വെച്ചിട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഐ മേക്കപ്പിനൊരു ബേസാണ് നമ്മളെ കൺസീലർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഐസിലും കൺസീലർ വെച്ചിട്ട് അപ്ലൈ ചെയ്ത് ഡാബ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഐ മേക്കപ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടെ കാണിക്കുന്നില്ല, കാരണം ഇതന്നെ ഓൾറെഡി ഒരുപാട് ടൈം ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ് ഒരുപാട് ടൈം കളഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഐ മേക്കപ്പ് പെട്ടെന്ന് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു സ്മോക്കി ഒരു ലുക്കൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഒരു സൈഡ് സ്മോക്കി ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെ സ്കിന്നൊക്കെ സെറ്റ് ആയതിന് ശേഷം ഞാനത് ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഫൗണ്ടേഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനേക്കാളും ഒരു പൊടിക്ക് ലൈറ്ററായിട്ട് വേണം നമ്മൾ ഫസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട്. ഇതിടുമ്പോൾ എന്തോരം ഇതെന്ന് എല്ലാവർക്കും തോന്നും. പക്ഷേ നമ്മൾ കുറച്ച് അങ്ങോട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ഇത് സെറ്റാവും, അതായത് ഓക്സിഡൈസ് ആവും നമ്മുടെ ഈ ഫൗണ്ടേഷൻ. അപ്പോൾ എന്താവും, ഒരു പൊടിക്ക് ഡാർക്കാവും. അപ്പോൾ നമ്മൾ ഓൾറെഡി ലൈറ്റർ ഷെയ്ഡ് ഇട്ട് കൊടുക്കുമ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് ചേർന്ന കളറായിട്ട് വരും. മിക്ക പേരും ഞാൻ മേക്കപ്പ് ചെയ്യാൻ പോകുന്ന ടൈമിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുന്നേ എൻ്റെ നിക്കാഹിന് അല്ലെങ്കിൽ എൻ്റെ എൻഗേജ്മെൻറ്റ് മേക്കപ്പ് ചെയ്തപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് കറുത്തു പോയിന്ന്. ഇതാണ് അതിൻ്റെ കാര്യം. നമ്മൾ ആദ്യം തന്നെ സെയിം ഷെയ്ഡാണ് ഇട്ട് കൊടുക്കരുത്. കുറച്ച് ലൈറ്ററായിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ചും കൂടി കഴിയുമ്പോൾ അത് നമ്മളെ സ്കിന്നിന് സെറ്റായിട്ട് വരും. നമ്മൾ പിന്നെ ചെയ്യേണ്ട അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ഫൗണ്ടേഷൻ ഞാനിപ്പോൾ അപ്ലൈ ചെയ്തത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ബ്രഷ് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒരേ ഈക്വലായിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഡോട്ടായിട്ട് ഇടുകയെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും നമ്മൾ സ്കിന്നിൽ എല്ലാ ഭാഗത്തും ഒരേ ലെവലിലായിരിക്കില്ല നമ്മൾ ഫൗണ്ടേഷൻ ഇരിക്കുക. ഇതുപോലെ ഹൈ കവറേജ് ലുക്ക് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എല്ലാം നമ്മൾ സ്കിന്നെല്ലാം ഒരേ ഫ്ലോലെസ് ആയിട്ട് ഇരിക്കും. അപ്പോൾ ബ്രഷ് വെച്ച് ആദ്യം ഇതുപോലെ കൊടുത്തതിന് ശേഷം നമ്മളൊരു ഡാം സ്പോഞ്ച്, അതായത് നമ്മൾ സ്പോഞ്ച് നനച്ച് ആ ഒരു വെറ്റായിട്ടുള്ള സ്പോഞ്ച് വെച്ച് നന്നായിട്ട് എക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റിനെ നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ട് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ എൻ്റെ ലിപ്പൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നലെ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം, നമ്മുടെ ബഡീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ഇന്ന് നേരത്തെ നല്ല കുട്ടിയായിട്ട് നേരത്തെ ഇരുന്ന് റെഡി ആവാൻ തുടങ്ങി, കാരണം എനിക്കറിയാം അവസാന നിമിഷമാകുമ്പോൾ ഓടേണ്ടി വരുന്നത്. അപ്പോൾ ഇവരിവിടെ എത്തി. അപ്പോൾ ഞാൻ പറയണേ ഇപ്പോൾ തന്നെ നോക്കണ്ടാന്ന്. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അകത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലിപ്പ് ലൈനിങ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു പിങ്ക് ഷെയ്ഡിലുള്ള ലിപ്സ്റ്റിക്കാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ബ്ലഷും കൂടി നന്നായിട്ട് അപ്ലൈ ചെയ്തെടുത്ത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി കൂടുതൽ ബ്ലഷ് ഇട്ട് പോയി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ മേലെ കോമ്പാക്റ്റ് വെച്ചൊന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്താൽ റെഡിയാവും കേട്ടോ. അത് കഴിഞ്ഞിട്ട് കോണ്ടോറും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോണ്ടോർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓൾറെഡി ചീക്കൊക്കെ ഒട്ടി നിൽക്കുന്ന ആൾക്കാരാണ്, കവളൊക്കെ ഒട്ടി നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നീളമുള്ള ഫേസ് കാണുന്നുണ്ടെങ്കിൽ കോണ്ടോറിങ്ങിൻ്റെ ആവശ്യമില്ല വെറുതെ. അപ്പോൾ നമ്മൾ എൻ്റെ കവള് ജസ്റ്റ് ഒന്ന് ആ സൈഡിൽ ജസ്റ്റ് ഒന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നെറ്റും കുറച്ച് കയറിയിട്ടുണ്ട്, അപ്പോൾ ആ സൈഡൊന്ന് കോണ്ടോർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് സ്ട്രോപ്പ് ക്രീമും ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഇത് മേക്കപ്പാണ്, നമ്മൾ ജസ്റ്റ് ഫേസിലൊരു ലെയർ കൊടുക്കുന്നതാണ്. അല്ലാതെ പെർമനൻ്റ് ആയിട്ട് നമ്മൾ മുഖത്തുള്ള തടിച്ച കുരുകളും അതുപോലെ തന്നെ കുഴികളൊന്നും നമുക്കത് പെർമനൻ്റ് ആയിട്ട് മേക്കപ്പ് കൊണ്ട് കളയാൻ പറ്റില്ല. അതുപോലെ തന്നെ സ്മൈൽ ലൈന് വരാതിരിക്കാനും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ചിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ലെയർ നമ്മുടെ ഫേസിലുള്ളത് കൊണ്ട് അവിടെ വലിയുമ്പോൾ അവിടെ ഒരു ക്രാക്ക് വരികയാണ്. സോ നമുക്ക് നമ്മുടെ മാർക്സൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യാം എന്നല്ലാതെ പെർമനൻ്റ് ആയിട്ട് നമുക്കൊരു സൊല്യൂഷൻ മേക്കപ്പ് കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഹെയർ എല്ലാം സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ തന്നെയാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഒറ്റയ്ക്ക് ഒരുങ്ങുന്നതുകൊണ്ട് അതിൻ്റെ ഒരു മെസ്സ് ഉണ്ടാവും. ഓടിച്ചാടി അവിടെ ഇവിടെയും ഒക്കെ നിന്നിട്ടാണ് ഹെയർ സെറ്റ് ചെയ്തത്. സോ അത് കാണിച്ചില്ല. സോ ഫ്രണ്ട് സൈഡ് പഫും അതുപോലെ തന്നെ നമ്മൾ സൈഡ് ചുട്ടി വെക്കണോടത്തും ഒരു പഫ് കൊടുത്തിട്ടുണ്ട്, എന്നാലാണ് അത് അത്ര വൃത്തിയിൽ നിൽക്കുക. പിന്നെ നമ്മൾ ഷോൾ എന്തായാലും ഇടുന്നത് കൊണ്ട് അതിൻ്റെ വെയിറ്റ് താങ്ങാനും അത് നമ്മൾ കുത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും സെൻറ്ററിലൊരു ചെറിയൊരു പഫെങ്കിലും കൊടുക്കണം കേട്ടോ, നിർബന്ധമായിട്ടും. എന്നാലാണ് നിൽക്കുള്ളൂ. അല്ലെങ്കിൽ അത് നമ്മൾ ഷോൾ ബാക്കിലേക്ക് ഊരി പോരും. അതാണ് കാണാനൊരു വൃത്തി. അപ്പോൾ നമ്മളെ ബഡീസ് ഇവിടെ മാലക്കമ്മലൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് തരുന്നുണ്ട്. പിന്നെ എനിക്ക് ഐലാഷ് ഒറ്റയ്ക്ക് എന്ത് നോക്കിയാലും ഒറ്റയ്ക്ക് വെക്കാൻ പറ്റണില്ല. അപ്പോൾ ഐലാഷ് സ്പെഷ്യലിസ്റ്റ് ആർച്ച് ഇവിടെ എനിക്ക് ഐലാഷ് വെച്ച് തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഡാൻസൊക്കെ കളിക്കുന്നതുകൊണ്ട് ചുട്ടി അനങ്ങാതിരിക്കാൻ വേണ്ടി നമ്മൾ മറ്റേ ഗ്ലൂ ഡ്രോപ്പ് വെച്ചിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അലമോളത് ബാക്കിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ തലേന്ന് നമ്മൾ കളിച്ചില്ല, ടഫ് സ്റ്റെപ്സാന്ന് പറഞ്ഞിട്ട് സ്പീഡിലാണ് കളിക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ കളിച്ചില്ല കേട്ടോ.
അപ്പോൾ അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ കളിക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. പക്ഷെ നമ്മൾ പിറ്റേ ദിവസം പൊളിച്ചു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഹെയർ ഞാനിങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കിലേക്ക്. അപ്പോൾ അതേ എൻ്റെ ഒരു കസിനാണ് ചെയ്ത് തന്നിട്ട്. അടുത്ത വീഡിയോയിലുള്ള കാണാൻ നസ്രീന്. മുല്ലപ്പൂ സെറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം കീർത്തനയാണ്. അപ്പോൾ ഇത് തസ്നീൻ്റെ കസിനാണ് കേട്ടോ. അപ്പോൾ അവൾക്ക് വരാൻ പറ്റിയില്ല, UK-ലായതുകൊണ്ട്. അപ്പോൾ അവളെ ഞാൻ കാണിച്ചെടുക്കണം ആദ്യം തന്നെ ഫസ്റ്റായിട്ട്. എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഫോട്ടോഗ്രാഫേഴ്സ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവർ മലപ്പുറത്ത് നിന്ന് വരുന്നതാണ്, കോട്ടയ്ക്കിൽ നിന്ന് വരുന്നതാണ്. അവർ ഇൻസ്റ്റ ചെക്ക് ചെയ്താൽ മതി. നെയിം വന്നിട്ട് ഐസ വെഡ്ഡിങ് ആണ്. അപ്പം നമ്മളൊരു 4:30 ആയപ്പോഴേക്കും റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും അവർ വന്നു. നമ്മൾ നേരെ ഫോട്ടോസ് എടുക്കാൻ പോവാണ്. ഫോട്ടോസ് എടുക്കാൻ പോകുന്നത് നമ്മളെ ചിമ്മിടാം റോഡാണ് കേട്ടോ. അത് നിങ്ങൾക്ക് മിക്കവർക്ക് അറിയാമായിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾ പച്ചപ്പും ഹരിതാപവും പിടിച്ചത് നേരെ അങ്ങോട്ട് പോവാണ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ഞാൻ വീഡിയോസും ഫോട്ടോസും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എനിക്ക് എന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. വെഡ്ഡിങ്ങിനേക്കാളും കുറച്ചും കൂടി കൂടുതൽ എനിക്ക് മെഹന്തി ലുക്കാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അത് ഈ ഗ്രീൻ ഷെയ്ഡ് വരുന്നതുകൊണ്ട് എന്താണെന്നറിയില്ല, എന്തായാലും അടിപൊളിയായിട്ടുണ്ടെന്ന് എനിക്കറിയാം. സോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്തും കൊടുക്കാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമ്മുടെ വെഡ്ഡിങ് മേക്കപ്പ് ട്യൂട്ടോറിയലായിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ.